Hello guys, welcome to Cooking Diaries. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഉംറ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് നമ്മളങ്ങനെ ഉംറ കഴിഞ്ഞിട്ട് പിന്നെ മാമാൻ്റെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അന്ന് പിന്നെ നമ്മളങ്ങനെ പുറത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിറ്റേന്ന് നമ്മളങ്ങനെ മാമാൻ്റെ വീട്ടിൽ പെരുന്നാളൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അന്ന് നൈറ്റിലാണ് നമ്മൾ ജിദ്ദ കോർണിഷിലും ഒക്കെ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരു ജിദ്ദയിലൊരു അക്വേറിയം ഉണ്ട്. അപ്പം അതൊക്കെ കാണാൻ വേണ്ടിയിട്ടും പിന്നെ ജിദ്ദ കോർണിഷിൽ ഇതിനോടനുബന്ധിച്ചിട്ട് ഫയർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജിദ്ദ കോർണിഷിലും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേന്ന് രാവിലെയാണ് അവിടുന്ന് മദീനയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. എന്തായാലും എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. കൂടെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ രാത്രി നമ്മൾ ജിദ്ദയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം ഇതിനോടനുബന്ധിച്ചിട്ട് ജിദ്ദ കോർണിഷിൽ ഫയർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ ഈദിനും ഉണ്ടാവുന്നതന്നെയാണ്. സൗദിയിൽ പല പല സ്ഥലങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അപ്പം ജിദ്ദയിൽ 2 ദിവസം ഉണ്ട് കേട്ടോ, പെരുന്നാളിൻ്റെ അന്നും പിന്നെ പിറ്റേന്നുണ്ട്. രാത്രി 9 മണിക്കാണ് ഫയർ വർക്കിൻ്റെ ടൈം. അപ്പം അത് കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജിദ്ദ കോർണിഷിലേക്ക് പോവുകയാണ്. അപ്പോൾ മക്ക നമ്മൾ ജിദ്ദയിലേക്ക് പോകുന്ന വഴിയിലുള്ള മനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ അത്. ഖുർആൻ തുറന്നു വെച്ച പോലുള്ള മക്ക ഗേറ്റ്. അപ്പോൾ അത് കോൺക്രീറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ജിദ്ദ മക്ക റൂട്ടിൽ പോയവരൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നല്ല ഭംഗിയാണ് അല്ലേ കാണാൻ. പോവാത്തവർക്കും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ജിദ്ദയിലുള്ള കാഴ്ചകൾ ഇങ്ങനെ കുറച്ച് സമയം കൊണ്ട് കണ്ടു തീരുന്നു എന്നല്ല കേട്ടോ, ഒരുപാട് സംഭവങ്ങൾ ജിദ്ദയിൽ കാണാനുണ്ട്. അപ്പം നമ്മളങ്ങനെ ജിദ്ദയിൽ കൂടുതലായിട്ട് കാണാനൊന്നും നിന്നിട്ടില്ല. നമ്മൾ ജസ്റ്റ് കോർണിഷിൽ പോയിട്ട് ഫയർ വർക്ക് കണ്ടിട്ട് തിരിച്ചു പോരാന്നുള്ളതിൽ പോയതാണ്. കോർണിഷിൽ പോയിട്ട് അങ്ങനെ തിരിച്ചു പോന്നപ്പോഴാണ് പിന്നെ ഫാക്കി അക്വേറിയം കാണുന്നത്. അപ്പോൾ പിന്നെ അവിടെയും കൂടെ കയറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ്. അപ്പോൾ ഇതാ നമ്മൾ കോർണിഷിൽ എത്താനായിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഈദ് ലീവ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. എല്ലായിടത്തും നല്ല തിരക്ക് തന്നെയാണ്. അപ്പോൾ രാത്രി നമ്മൾ പോകുമ്പം നല്ല രസമാണ് കേട്ടോ എല്ലാ ബിൽഡിങ്ങുകളും കാണാൻ. അപ്പം പകൽ പോകുമ്പം നമുക്ക് ഒക്കെ ഒരു ബിൽഡിങ് മാത്രമാവും. പക്ഷേ രാത്രി പോകുമ്പം ഒക്കെ വെറൈറ്റി ലൈറ്റുകൾ കൊണ്ട് നല്ല ഭംഗിയുണ്ടാവും എല്ലാ ബിൽഡിങ്ങും കാണാൻ. അപ്പോൾ അതങ്ങനെ നമ്മൾ കോർണിഷിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഫയർ വർക്കിൻ്റെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു. ഇതിൻ്റെ ലീവ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഫയർ വർക്ക് കാണാൻ വേണ്ടിയിട്ട് വന്നവരും പിന്നെ വെറുതെ അവിടെ വന്നിരിക്കാൻ വന്നവരും അങ്ങനെയൊക്കെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. അപ്പം നമുക്ക് പാർക്കിംഗ് കിട്ടിയില്ല. നമ്മൾ ആ കറക്റ്റ് ടൈമിലായി വന്നത്. അപ്പം നമ്മൾ വണ്ടിയിലിരുന്നിട്ട് ജസ്റ്റ് ഫയർ വർക്ക് കണ്ടു എന്നല്ലാതെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്നിട്ട് പിന്നെ അവിടുന്ന് തിരിച്ചു പോന്നു. അപ്പം വൈകുന്നേരമൊക്കെ വരികയാണെങ്കിൽ ഇവിടെ നല്ല രസമാവും. അപ്പം രാത്രി ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഒരു കടലിൻ്റെ വ്യൂ ഒന്നും നമുക്ക് അങ്ങോട്ട് ശരിക്ക് കിട്ടണില്ല. പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോന്നിട്ട് നമ്മൾ പോരുന്ന വഴിയിൽ ഒരു അക്വേറിയം ഉണ്ട്. അപ്പം അവിടെ കയറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോരുകയാണ്. അപ്പം പോരുന്ന വഴിയിൽ റോട്ടിലൊക്കെ നല്ല തിരക്ക് തന്നെയാണ്. അങ്ങനെ അപ്പം നമ്മൾ ഫാക്കി അക്വേറിയത്തിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്കങ്ങനെ അവിടേക്ക് പോവാം. ഒരുപാട് വെറൈറ്റി മീനുകളും പിന്നെ ഡോൾഫിൻ ഷോ പിന്നെ കുട്ടികൾക്കുള്ള ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട്. ഇത്രയാണ് ഇവിടെ ഉള്ളത്.
അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മളങ്ങനെ അവിടുന്ന് ഇറങ്ങി. പിന്നെ എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവുകയാണ്. അങ്ങനെ ഇതാ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ മാമാൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പം ഇന്നും കൂടെ അവിടെ നിന്നിട്ട് ഒരു ദിവസം കൂടെ അവിടെ നിന്നിട്ട് പിന്നെ പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ മദീനയിലേക്ക് പോകുന്നത്. ഇവിടുന്ന് മദീനയിലേക്ക് നമ്മൾ കാറിനും ബസ്സിനൊക്കെ പോകുമ്പം 5 മണിക്കൂർ കൂടുതലുണ്ട്. പിന്നെ 2.25 മണിക്കൂർ കൊണ്ട് എത്തുന്ന ട്രെയിൻ സൗകര്യവും ഇപ്പം ഉണ്ട്. ഇനി മദീനയിലേക്കുള്ള യാത്രയും പിന്നെ മദീനയിൽ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. കൂടെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.